നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ആ ഒരു അവസാനഘട്ട ആവേശത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പോ നമ്മൾക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ പരസ്യപ്രചാരണം തീരാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അതെ, മണിക്കൂറുകൾ മാത്രം. കാര്യങ്ങൾ ശരിക്കും ചൂടുപിടിച്ചിരിക്കുകയാണ് നിലമ്പൂരിൽ. ഈ അവസാന നിമിഷങ്ങളിൽ മുന്നണികളും സ്ഥാനാർത്ഥികളുമൊക്കെ എന്തൊക്കെ തന്ത്രങ്ങളാണ് ഇറക്കുന്നത്? അതാണ് നമുക്കിവിടെ ഒന്ന് ആഴത്തിൽ നോക്കേണ്ടത്. തീർച്ചയായും. പിന്നെ ഈ വിവരങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടാൻ കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online പോലുള്ള സൈറ്റുകളൊക്കെ ഉണ്ടെന്നും നല്ല കാര്യമാണ്. ലോകത്തെവിടെയൊന്ന് ഫോളോ ചെയ്യാലോ. അതെ, നമുക്കാദ്യം UDF ക്യാമ്പിലേക്ക് തന്നെ വരാം. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ ഒരു വലിയ തരംഗം ഉണ്ടാക്കിയോ അവിടെ? ഓ, അത് ശരിക്കും ശ്രദ്ധിക്കപ്പെട്ടു. ഞായറാഴ്ചത്തെ ആ റോഡ് ഷോ നല്ല ജനക്കൂട്ടമായിരുന്നു. വലിയ ആവേശമായിരുന്നു പ്രവർത്തകർക്ക്. അവര് പ്രധാനമായും ഉന്നയിച്ചത് സംസ്ഥാനത്തൊരു ഭരണമാറ്റം വേണം, പിന്നെ ഈ പെൻഷനൊക്കെ കൊടുക്കുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണ് എന്നൊക്കെയാണല്ലോ. അതെ, പ്രിയങ്ക ഗാന്ധി ആ ഒരു പോയിന്റ് എടുത്തു പറഞ്ഞു. അതായത് ഈ ക്ഷേമ പെൻഷനുകൾ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു തട്ടിപ്പാണെന്ന രീതിയിൽ. അതൊരു പ്രധാനപ്പെട്ട ആരോപണം തന്നെയാണ്. അപ്പോൾ ഒരു ദേശീയ നേതാവ് നേരിട്ട് വന്നിങ്ങനെ പറയുമ്പോ അതിന് അതിൻ്റെതായൊരു ഇമ്പാക്റ്റ് കാണില്ലേ? തീർച്ചയായും. വലിയ റോഡ് ഷോകൾ പ്രവർത്തകർക്കൊരു ആത്മവിശ്വാസം കൂട്ടും, മീഡിയ ശ്രദ്ധ കിട്ടും. പിന്നെ ഈ പെൻഷൻ വിഷയം, അത് LDF സർക്കാരിന്റെ ഒരു പ്രധാന നേട്ടമായി ഉയർത്തിക്കാട്ടുന്ന ഒന്നാണല്ലോ. അതിനെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. അതെ. അതേസമയം LDF ആണെങ്കിലോ അവരുടെ ഒരു രീതി കുറച്ച് വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. അതെ, LDF കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കുടുംബ സദസ്സുകളിലാണ്. മഹാകുടുംബ സദസ്സുകൾ എന്നൊക്കെ പേരിട്ട് MA ബേബിയെ പോലുള്ള നേതാക്കളൊക്കെ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. അവരുടെ ഒരു പ്രധാന ആരോപണം UDF വർഗീയ പ്രചാരണം നടത്തുന്നു എന്നതാണല്ലോ. ഈ കുടുംബ സദസ്സുകളിൽ അതാണോ അവർ പ്രധാനമായും പറയുന്നത്? അതും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ നേട്ടങ്ങളും. പിന്നെ UDFന്റെ ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കാനും അവർ ഈ വേദികൾ ഉപയോഗിക്കുന്നുണ്ടാവാം. ശരിക്കും ഓരോ വീട്ടിലേക്കും എത്താനുള്ളൊരു ശ്രമം. ഏതാണ്ട് 46 കേന്ദ്രങ്ങളിലായിട്ട് 1,00,000 പേരെ എത്തിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതെ, അതൊരു വലിയ കണക്കാണ്. അവരുടെ ആ താഴെത്തട്ടിലുള്ളൊരു സംഘടനാ ശക്തി കാണിക്കാനുള്ള ശ്രമം കൂടിയാണത്. പിന്നെ നാളെ സ്വരാജിന്റെ ഒരു റോഡ് ഷോയും പ്ലാൻ ചെയ്തിട്ടുണ്ട് കലാശക്കൊട്ടിന്. അപ്പോ 2 തരം പ്രചാരണം, ഒന്ന് വലിയ റോഡ് ഷോ, മറ്റൊന്ന് ഈ കുടുംബയോഗങ്ങൾ. കൃത്യമായി പറഞ്ഞാൽ അതെ, രണ്ടും രണ്ട് ശൈലിയാണ്. ഇതിനിടയ്ക്ക് PV അൻവറിന്റെ ക്യാമ്പും സജീവമാണല്ലോ. അവിടെ യൂസഫ് പത്താൻ വന്നിരുന്നു പ്രചാരണത്തിന്. യൂസഫ് പത്താൻ ഒരു മുൻ ക്രിക്കറ്റ് താരം, ഇപ്പോൾ MP കൂടിയാണ്. അദ്ദേഹത്തിന്റെ വരവ് ഒരു സെലിബ്രിറ്റി ടച്ച് കൊടുത്തു. അദ്ദേഹം പറഞ്ഞത് അൻവർ ഒരുപാട് കാര്യങ്ങൾ നിലമ്പൂരിൽ ചെയ്തിട്ടുണ്ട്, നല്ല ജനപിന്തുണയുണ്ട് എന്നൊക്കെയാണ്. അത് എത്രത്തോളം ആളുകളെ സ്വാധീനിക്കും? ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിനപ്പുറം ഒരു MP കൂടിയാണല്ലോ യൂസഫ് പത്താൻ. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കുറച്ചുകൂടി ഒരു ഗൗരവം കിട്ടും. അൻവറിനത് ഗുണം ചെയ്യുമെന്ന് കരുതാം. പിന്നെ അൻവർ നിജവും നല്ല കോൺഫിഡൻസിലാണല്ലോ. അതെ, അടിയൊഴുക്ക് മാത്രമല്ല, മുകളിലിരുന്നവരിൽ നിന്ന് പോലും പിന്തുണ വരും എന്നൊക്കെയാണല്ലോ പറയുന്നത്. അങ്ങനൊരു പ്രസ്താവന കണ്ടിരുന്നു. അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ലെങ്കിലും ഒരു ആത്മവിശ്വാസം അതിൽ കാണാം. പിന്നെ അൻവറിന്റെ മറ്റൊരു പ്രധാന വാദം ഈ പ്രാദേശിക വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ്. അന്താരാഷ്ട്ര കാര്യമോ ദേശീയ കാര്യമോ അല്ല, ഇവിടുത്തെ ഈ മനുഷ്യ വന്യമൃഗ പ്രശ്നം പോലെയുള്ള കാര്യങ്ങൾ. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. നിലമ്പൂർ പോലുള്ള സ്ഥലത്ത് അത് വളരെ വളരെ റെലവൻ്റായ വിഷയമാണ്. അതെ, അവിടുത്തെ ആളുകളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണല്ലോ അത്. തീർച്ചയായും. അപ്പോൾ ആ ഒരു പ്രാദേശിക വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രചാരണം, അത് ചിലപ്പോൾ ക്ലിക്കാവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർ ദേശീയ രാഷ്ട്രീയം പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ പ്രശ്നം പറയുന്നു എന്നൊരു ലൈൻ. അപ്പോൾ മുന്നണി പ്രവേശനത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടെന്നാണല്ലോ പറയുന്നത്. അതെ, ആ ചർച്ചകൾക്കൊന്നും ഇപ്പോൾ അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഫോക്കസ് മുഴുവൻ തിരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ചുരുക്കത്തിൽ എന്താണ് ഈ അവസാന മണിക്കൂറുകളിൽ കാണുന്നത്? UDF പ്രിയങ്കയെ വെച്ചൊരു മാസ് അപ്പീലിന് ശ്രമിക്കുന്നു. റോഡ് ഷോയിലൂടെ ശക്തി പ്രകടനം. LDF താഴെത്തട്ടിൽ കുടുംബയോഗങ്ങളിലൂടെ വോട്ടുറപ്പിക്കാൻ നോക്കുന്നു. അതെ, നേരിട്ടുള്ള സംവാദങ്ങളിലൂടെ. PV അൻവർ പ്രാദേശിക വിഷയങ്ങളും പിന്നെ ഒരു സെലിബ്രിറ്റി ഫാക്ടറും ഉപയോഗിക്കുന്നു. അതെ, യൂസഫ് പത്താനെ പോലുള്ളവരെ ഇറക്കി 3 പേരും 3 വഴിക്കാണ് അവസാന ലാപ്പിലോടുന്നത്. അപ്പോ ഇതിലെ ഏത് തന്ത്രമായിരിക്കും നിലമ്പൂരിലെ വോട്ടർമാരെ സ്വാധീനിക്കുക? അതാണിനി അറിയേണ്ടത്. കൃത്യമായി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ കലാശക്കൊട്ട് എന്ന് പറയുന്ന അവസാന ഘട്ടത്തിൽ ഈ തന്ത്രങ്ങൾ എങ്ങനെ വോട്ടായി മാറും?
നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വലിയ താരപ്രചാരണമാണോ, അതോ ഓരോ വീട്ടിലുമെത്തുന്ന ആ ഒരു വ്യക്തിപരമായ സമീപനമാണോ, അതല്ലെങ്കിൽ ഈ നാട്ടിലെ പ്രശ്നം മാത്രം പറയുന്ന ആ ഒരു രീതിയാണോ നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ ഈ അവസാന നിമിഷം കൂടുതൽ ഫലം ചെയ്യുക? എന്തുകൊണ്ടായിരിക്കാം?